എല്ലാവർക്കും സുപ്രഭാതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട ഒരു ഡേ ആണ് കേട്ടോ. എന്താണെന്നല്ലേ ഞാൻ പറയാം. ഹാപ്പി ദശറ. നമ്മൾ മലയാളികൾ പക്ഷെ വിജയദശമി അല്ലേ ആഘോഷിക്കുക, അതുകൊണ്ട് വിജയദശമി ആശംസകൾ. ഇന്നലെ ബുക്ക് പൂജയ്ക്ക് വെച്ചതാണ് കേട്ടോ ഇത്. ഇന്ന് മോർണിംഗ് പൂജ ചെയ്യാനുണ്ട്, പിന്നെ വാഹന പൂജയും ഇന്നാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ അതിലും ഉപരി ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിന് പോകാനുണ്ട്. എൻ്റെ മോന് 2.25 വയസ്സായി കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മൾ ആദ്യാക്ഷരം കുറിക്കാൻ പോകുന്നത്. അതിനാണ് നേരത്തെ എണീറ്റത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചായ എല്ലാം റെഡിയാക്കി. ഹസ്ബൻഡ് എണീറ്റിട്ടില്ല, ഇപ്പോൾ എണീക്കും. പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കിച്ചണിൽ പോകുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. നമ്മുടെ പല്ലിക്കുട്ടൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇവൻ ചെറുപ്പത്തിൽ വന്നതാണ്. ഇവിടെ യൂഷ്വലായിട്ട് പല്ലിയും തവളകളൊന്നും കാണലില്ല വന്നതിന് ശേഷം. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൗതുകമാണ്. അങ്ങോട്ട് ഉപദ്രവിക്കാനൊന്നും നമ്മൾ പോവലില്ല. അതുകൊണ്ട് തന്നെ അവന് പേടിയുമില്ല. കണ്ടില്ലേ അവിടെ തന്നെ ഇരിക്കുന്നത്, ഇത്ര അടുത്ത് ക്യാമറ കൊണ്ടുപോയിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്നാക്കി. ഇഡ്ഡലിയും ചട്നിയാണ് ഞാൻ ആക്കിയത്. ഇനി പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ പതിയെ പതിയെ നോക്കണം. വീട്ടിൽ നിന്ന് ഒരു 15 to 20 മിനിറ്റ്സേ ഉള്ളൂ ടെമ്പിളിലേക്ക്. ഇതാണ് കേട്ടോ അയ്യപ്പൻ ടെമ്പിൾ. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഞാൻ ഇന്നലെ തന്നെ തിരുമേനിയെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഒരു 9 മണിക്ക് എത്താനാണ്. എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഇവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എഴുത്തിനിരുത്താനും അതുപോലെ തന്നെ ബുക്കെല്ലാം പൂജ വയ്ക്കുന്നുണ്ട് ഇവിടെ വിജയദശമി ടൈമിൽ. നല്ല തിരക്കൊന്നുമില്ലായിരുന്നു, എന്നാലും അത്യാവശ്യം ആൾക്കാർ എത്തിയിട്ടുണ്ട് വിദ്യാരംഭത്തിനായി. അവർ ഫസ്റ്റ് സ്വർണ്ണമോതിരത്തിലാണ് കേട്ടോ നാവിൽ എഴുതുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അരിയിൽ എഴുതാൻ പറയുന്നത്. അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവൻ ഇരുന്ന് തന്നു. കരയെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞ് അവൻ്റെ കൂടെ തന്നെ എഴുത്തിനിരുന്ന കുട്ടികളുടെ കൂടെ കളിയായിരുന്നു മൊത്തത്തിൽ. എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ചേച്ചിയും മോളും വന്നിട്ടുണ്ടായിരുന്നു വിദ്യാരംഭത്തിന്. അവരാണ് ഈ ടെമ്പിളിനെ കുറിച്ച് പറഞ്ഞു തന്നത്. ആരെങ്കിലും പൂനെയിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ വിദ്യാരംഭത്തിന് പറ്റിയ ടെമ്പിളാണ് കേട്ടോ. അയ്യപ്പൻ ടെമ്പിൾ, വടകാവൻശ്ശേരി. നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശുഭകരമായി നടന്നു. എല്ലാവർക്കും എൻ്റെ വിജയദശമി ആശംസകൾ, എൻ്റെയും കുടുംബത്തിൻ്റെയും. എല്ലാവരും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസിനായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.